അത് സംശയം വേണ്ട. അത് കണ്ടില്ലേ രോമാഞ്ചം എന്നിട്ട് സല്യൂട്ട് അടിക്കണ കണ്ടില്ലേ? സംഭവം ഇത് കയറും. ഇപ്പൊ തന്നെ ഇതിന്റെ ഇത് കയറിണ്ടാവും. അതിന്റെ കണ്ടില്ലേ റോം വന്നത് കസാലൊക്കെ എങ്ങനെ കുളിങ്ങണ പോലായി. അതിന്റെ ഡെക്കറേഷനും ആ സാധനങ്ങളൊക്കെ ഒന്നും പറയണ്ട. കിടക്കാച്ചി വൈബ് പടച്ച വൈബ്. പിന്നെ കിടക്കാച്ച പടം ഇത് നമ്മളെ അമിതാഭ് ബച്ചൻ ദുൽഖർ കളിക്കാൻ വയ്യ. പക്ഷെ കമലഹാസൻ ലാസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ തെറിച്ചത്. ആദ്യം സങ്കടമായി. ആ പിന്നെ ഗർഭമായിട്ട് വന്നത് ആകെ സങ്കടമായി. പക്ഷെ ലാസ്റ്റ് ആ ഇവൻ വന്നത് ആ ഇതിലത്തെ നടൻ പ്രവാസിലത്തെ നട ഒന്നും പറഞ്ഞു കിടക്കാച്ചി. ഇത് അതല്ല ലാസ്റ്റ് റോമ വന്നതാ. ഇതധികം ഇങ്ങനെ വരേണ്ടതില്ല. കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ആക്കണ്ടേന് ലാസ്റ്റ് മൊമെന്റ്. ഇത് ശരിക്കും കലക്കി സൂപ്പർ പടം. കിടക്കാച്ചി പടം. ഇത് കണ്ടപ്പോ ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റേ ബാഹുബലിത്തെ അമിതാഭ് ബച്ചന് പ്രവാസന ഇഷ്ടമായി. കാരണം ദുൽഖറിന് ഇഷ്ടമില്ലാണ്ടല്ല, ദുൽഖറിന് ഇഷ്ടമാണ്. പക്ഷെ അവിടെ ഇവന്റെ പാട്ടും ഇതൊക്കെ ഉണ്ടാവുന്ന വെച്ച് ആ സ്റ്റെപ്പ് ഇടാന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ അതൊന്നും ആയില്ല. അങ്ങനെ ബാഹുബലിയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇത് എന്തായാലും സംഗതി കിടക്കാച്ചി. അത് സംശയം വേണ്ട. അത് കണ്ടില്ലേ രോമാഞ്ചം എന്നിട്ട് സല്യൂട്ട് അടിക്കണ കണ്ടില്ലേ? സംഭവം ഇത് കയറും. ഇപ്പൊ തന്നെ ഇതിന്റെ ഇത് കയറിണ്ടാവും. അതിന്റെ ഇവർക്കൊക്കെ ഫോം വന്നിട്ടുണ്ട്. ഈ സിൽമർക്കൊക്കെ ഇതിന്റെ ഫോം വന്നിട്ടുണ്ടാവും. സംഗതി എന്താ പറയാ വേറെ ലെവലായിട്ടുണ്ടാവും. ഇനി ഇതിന് മറച്ചു വെക്കണമെങ്കിൽ വേറെ പടം വരണം. കർച്ചിലൊക്കെ വന്ന് ഈ ആ പെണ്ണിന്റെ ഇത് കണ്ടപ്പോ സങ്കടപ്പെടണം. ഞാൻ കറങ്ങി. പക്ഷെ എന്നാൽ ലാസ്റ്റ് ആ മ്യൂസിക് ഇന്റർനാഷണൽ ആ തോക്കിന്റെ വെടിവെക്കല് ഗെയിം കളിക്കുന്ന പോലെ വെടിവെക്കല് കമലഹാസന്റെ അടുത്ത് ആലോചിക്കാൻ വയ്യ. കിടക്കാച്ചി സൂപ്പർ ഡൂപ്പർ. അടിപൊളി. ഇതില് ആ ചുള്ളണ്ട നമ്മള് ബാഹുബലിയിലത്തെ ആ ചുള്ളനില്ലേ പേര് അബ്ബാസിന്റെ ഇത് കിട്ടില്ല. പക്ഷെ ഞാൻ ദുൽഖറിനെ അമിതാഭ് ബച്ചനെ കണ്ടപ്പോ ആകെ തെറ്റി പോയി. അപ്പൊ എന്താ പറയാ, ഞാൻ മമ്മൂക്കും ദുൽഖർ ഫാനാണ്. അപ്പൊ കാരണം വീട്ടുകാർ പഠിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഡയറ്റ് പിടിക്കും ലാലട്ടൻ ദുൽഖറിനൊക്കെ അവരെ പഠിച്ചതാണ്. വിജയ് കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ചെറുപ്പമില്ല ആഗ്രഹം സിനിമയിലെ അഭിനയിക്കാൻ. പിന്നെ ഇതുപോലെ ഇത് പറഞ്ഞു അന്യായ തിരിച്ചു വരവ്. സെക്കൻഡിന് വേണ്ടി സെക്കൻഡിന്റെ ഒരു ഫസ്റ്റ് എഡിഷൻ കാണിക്കുന്നത് സൂപ്പർ ഔട്ട് പടം. ഇന്ന് കാണാനുണ്ട്. ഫസ്റ്റ് വാച്ച്. ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു സിനിമ എന്ന് വേണം ഇതിനെ പറയാൻ. കൂടെ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം. കാരണം ദുൽഖർ എന്ന നടന കുറച്ച് മിനിറ്റുകളുള്ളെങ്കിലും അദ്ദേഹം പെർഫെക്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അന്നാബൻ ഒരു ആക്ഷൻ ഹീറോ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ കിട്ടിയെന്ന് പറയാം. കാരണം ആകാശ് എന്ന് പറഞ്ഞ ഡയറക്ടർ പെർഫെക്റ്റായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് അവർ. അതിന് ഓരോ കഥയാണ്. പിന്നെ ഇന്ത്യൻ ഗ്രേറ്റ് ആക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബി. ഒന്നും പറയാനില്ല. അദ്ദേഹത്തിനൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള വർഷങ്ങളായിട്ട്. എന്തായാലും ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ചെയ്ത കഥാപാത്രങ്ങളിൽ മികച്ചൊരു കഥാപാത്രം ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഗ്രേറ്റ് ആക്ടർ കമൽഹാസൻ, പ്രഭാസിൻ്റെ അത് പറയാം. ഇവരെയൊക്കെയാണ് നമ്മുടെ മെയിൻ നമുക്ക് കണ്ടുപിടി. ഇവരെയൊക്കെ ഇത്ര പ്രായമായിട്ടും ഇവരൊക്കെ ഇത്രയ്ക്കും പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞാൽ ആ ഡയറക്ടർ വിനിയോഗിച്ചെന്നുള്ളതാണ്. ഓരോ ഡയറക്ടറിൻ്റെ കയ്യിലാണ് ഓരോ നടൻ്റെയും അഭിനയം ഇരിക്കണമെന്നാണ് തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് പറയാൻ പറ്റും ഒരു സിനിമയിൽ ഈ കളിക്കും. പ്രഭാസിൻ്റെ പിന്നെ നമ്മൾ ഇനി ആ പടത്തിൻ്റെ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന് കണ്ട് അദ്ദേഹത്തിൻ്റെ സീൻ റോള് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഡയറക്ടറിനാണ് നമ്മൾ ഒരു മാർക്ക് കൊടുക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിലുള്ള ഈ അഭിനയങ്ങൾ എന്തായാലും ഗ്രേറ്റ്. ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റിയ, മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് കൽക്കി. അപ്പോൾ ഈ പടം എന്താ പറയുക, കൽക്കി എന്ന പടം ഞാനിത് വളരെ പ്രതീക്ഷയോടെ എൻ്റെ ട്രെയിലറെ കണ്ടപ്പോൾ വളരെ പ്രതീക്ഷ പുലർത്തിയ പടമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, അതായത് മഹാഭാരതത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഹോളിവുഡ് ലെവലിലൊരു പടമാണ് മേക്ക് ചെയ്തേക്കുന്നത്. അതിന് കാസ്റ്റിംഗ് ആയാലും കാസ്റ്റിങ്ങിൽ മികച്ചിരിക്കുന്ന അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചനെ നമുക്കറിയാം ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ എനർജി ലെവൽ, ആ ഫൈറ്റ് സീനൊക്കെ അദ്ദേഹം ഒറിജിനലായിട്ട് ചെയ്യാം. അദ്ദേഹത്തിന് ഡൂപ്പിടാനായിട്ട് അത്ര എളുപ്പമൊന്നുമല്ല. അത്ര ഫിഗർ കിട്ടാൻ പാടാണ്.
അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അവരെ അത്ഭുതപ്പെടുത്തും നമ്മളാണ്. പിന്നെ ശോഭന എന്ന നടിയുടെ വർഷങ്ങൾക്ക് ശേഷം ഒരു ശക്തമായ കഥാപാത്രത്തിലൂടെ ഇതിനകത്ത് തിരിച്ചു വന്നിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് അന്നാബൻ ഒരു ഹോളിവുഡ് ലെവൽ പെർഫോമൻസ് കാണിച്ചു ചെയ്തിട്ടുണ്ട്. പിന്നെ ദീപിക പതുക്കോടായാലും പശുപതി ആയാലും ഇവരെല്ലാം ആർട്ടിസ്റ്റ് ലെവലിൽ പറയുകയാണെങ്കിൽ എനിക്ക് വില്ലൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല, എങ്കിലും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അതായത് ഇതിൻ്റെ ആർട്ട് വർക്ക്, അതായത് ബാഹുബലിയെക്കാളും ഒരു പടി കൂടി മുന്നിലേക്ക് പോകുന്ന രീതിയിൽ വെസ്റ്റേൺ സ്റ്റൈലിൽ നിന്നുകൊണ്ടുള്ള ഒരു ആർട്ട് വർക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് ഇതിന് സംവിധാനം കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ പടം എന്തായാലും ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റും. ഇതൊരു 1000 കോടി ക്ലബിൽ വരാനുള്ള എല്ലാ യോഗ്യതയുള്ളൊരു പടമാണ്. കൽക്കി എന്ന മൂവി ഈ ഒരു കഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇങ്ങനെയുള്ള നമ്മൾ ഇതിൻ്റെ ട്രെയിലറുകൾ കണ്ടപ്പോൾ പ്രതീക്ഷിച്ചത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമായിരിക്കും. നമ്മൾ കംപ്ലീറ്റ്ലി ന്യൂജൻ അങ്ങനെയാണ് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ. ഒരുപാട് മെഷീൻസ്, ടോക്കിംഗ് കാർ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ സമയത്ത് നമ്മളൊരു ട്രാൻസ്ഫോമേഴ്സ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ കാലവും പുതിയ കാലവും മിക്സ് ചെയ്തിട്ട്, അതായത് 6000 വർഷങ്ങൾക്ക് പുറകെയുള്ള കാര്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്ലെൻഡായിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രഭാസിൻ്റെ എല്ലാവരും തിരിച്ചു വരവാതെ അന്വേഷിക്കുന്നിടത്ത് ആണ് നമ്മൾ അമിതാഭ് ബച്ചൻ ഒരു റീഇൻവെൻഷൻ എന്ന് പറയുന്നത്. കാരണം ഇത്രയും വലിയൊരു സിനിമ ഒരു തുടക്കം മുതൽ ഒടുക്കം വരെ അമിതാഭ് ബച്ചൻ തൻ്റെ പെർഫോമൻസ് കൊണ്ട് ആ ലെവലിൽ ഇടിച്ചു നിന്ന് പ്രഭാസിൻ്റെ ഹീറോയിസം ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്ലോ പേസിങ്ങിലാണ് ബിൽഡ് ചെയ്തെങ്കിലും അമിതാഭ് ബച്ചൻ വന്ന് ലാൻഡ് ചെയ്ത മുതൽ ക്ലൈമാക്സ് വരെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു അമിതാഭ് ബച്ചൻ്റെ ഇതായാലും. പിന്നെ എടുത്തു പറയേണ്ടത് ഇത് തന്നെയാണ്, പഴയ കാലവും പുതിയ കാലവും മിക്സ് ചെയ്ത് കാണിക്കുമ്പോൾ ഒരു രീതിയിലും ലാഗ് ജനിപ്പിക്കാത്ത രീതിയിൽ. പിന്നെ ഇങ്ങനത്തെ കഥകൾ ഫസ്റ്റ് ഹാഫാണ് ഒരുപാട് ആൾക്കാർ ലാഗാണെന്ന് പറഞ്ഞു കേട്ടു. ലാഗാവും കാരണം ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത ഒരു ഫാൻറ്റസി വേൾഡാണ്. ആ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്ലോ പേസിലാണ് എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടെ ഉള്ള കണ്ടീഷൻസ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർ കുറച്ച് സമയമെടുത്താണ് ഫസ്റ്റ് ഹാഫ് ചെയ്തത്. ഫസ്റ്റ് ഹാഫ് വളരെ ലോ പേസ് തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാ കുറവുകളും തീർത്തുകൊണ്ടുള്ള സെക്കൻഡ് ഹാഫ് എടുത്തു പറയുകയാണെങ്കിൽ അവസാനത്തെ ഒരു 30 മിനിറ്റ് സീറ്റ് എഡ്ജായിരുന്നു. കാരണം ഫൈറ്റുകൾ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടില്ലാത്ത രീതിയിൽ അതിഗംഭീര വിഷ്വൽസാണ് വന്നിരിക്കുന്നത്. കാരണം CG എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് സിനിമ കണ്ട് നമുക്ക് തോന്നാം ഇത് നോർമൽ CG അല്ല. പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഇത് കൽക്കി അല്ലെങ്കിൽ നമ്മുടെ തെലുഗു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിർമ്മിച്ച ഒരു സിനിമയാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ടെക്നിക്കൽ ലെവൽ ഏത് ലെവലിൽ എത്തിയെന്ന് മനസ്സിലാക്കുന്നത്. ഒരു ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ വിഷ്വൽസ് വന്നതായിട്ട് ഞാൻ എൻ്റെ ഓർമ്മയില്ല. ഒരുപക്ഷെ ബ്രഹ്മാസ്ത്രയാണെങ്കിലും ഇതിൽ ഇത്ര അതിഗംഭീരമായി വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവസാനത്തെ ഒരു 20 മിനിറ്റൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10% ഒറിജിനുള്ള ഒരു 90% CG ആയിരിക്കും. പക്ഷേ അതിൻ്റെ യാതൊരു കുറവും കാണിക്കാതെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെ എന്തെങ്കിലും പാളിപ്പോയാൽ അവർക്കറിയാം ട്രോൾ മെറ്റീരിയൽ ആവും. നമ്മൾ ആദിപുരുഷിൽ അത് കണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഗ്രാഫിക്സ്, ഇതിൻ്റെ പറഞ്ഞ ബഡ്ജറ്റ്, ഇതിൻ്റെ പറഞ്ഞ പ്രതീക്ഷയ്ക്കുള്ള എല്ലാ രീതിയിലുമുള്ള ഗ്രാഫിക്കൽ പെർഫെക്ഷനിലൂടെയാണ് ഈ സിനിമ അങ്ങനെയാണ് കാണേണ്ടത്. ഒരു ഗ്രാഫിക്കൽ പെർഫെക്ഷനുള്ള 2 കാലഘട്ടത്തെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു സൈഫൈ ഫാൻറ്റസി എന്ന ലേബലിൽ ഇതൊരു മറ്റൊരു ബാഹുബലി പ്രതീക്ഷിച്ചത് കയറരുത്. പക്ഷേ മറ്റൊരു ബാഹുബലി എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ഒരു കർണൻ്റെ ഗെറ്റപ്പിൽ പ്രഭാസ് വരുന്ന ഒരു സീനുണ്ട്. ആ സീൻ എന്താ പറയുക തിയേറ്റർ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ആ ഒരു സീൻ ഒരു ഗ്ലിംസ് പോലെ കാണിച്ചു. അതുപോലെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം കമൽഹാസൻ ആ ഒരു ഫുൾ പവറിലേക്ക് വരുന്നതായിട്ടാണ് ക്ലൈമാക്സിൽ കാണിക്കുന്നത്. മെയിൻ വില്ലൻ കമൽഹാസനാണ്. അപ്പോൾ കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, പ്രഭാസിൻ ഫുൾ ഫോം ഇവരെല്ലാവരും കൂടി നിറഞ്ഞ ഒരു അതിഗംഭീര വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും സെക്കൻഡ് പാർട്ട്. മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ചാണ്. പറ്റുമെങ്കിൽ 3D കാണണം. ഇവിടെ 2D ആണ് കണ്ടത്. 3D കാണുമ്പോൾ ഇതിൻ്റെ വിഷ്വൽ ട്രീറ്റ് എത്രത്തോളം എന്നുകൊണ്ട് അറിയാൻ പറ്റും. ഒരു മസ്റ്റ് വാച്ച്. ഇന്ത്യൻ ചരിത്രത്തിലെ CGIയിൽ ഉയരത്തിൽ വെക്കാവുന്ന രീതിയിലാണ് കൽക്കി എന്ന വിഷ്വൽ ട്രീറ്റ് വന്നിരിക്കുന്നത്. നമ്മൾ മാഡ് മാക്സ് കണ്ടിട്ടുണ്ട്, മാർവൽ മൂവീസ് കണ്ടിട്ടുണ്ട്, DC മൂവീസ് കണ്ടിട്ടുണ്ട്. അതേ ഒരു ലെവൽ ഓഫ് ഇമ്പാക്റ്റിൽ ഇത്ര അടിപൊളി ഗ്രാഫിക്സ്. ഓരോ സീനിലും 3 മണിക്കൂറിൻ്റെ പടം, ഒരു സീനിലെ പോലെ നമുക്കൊരു ഗ്രാഫിക്സ് എന്ന് തോന്നിയത് അത്രയ്ക്ക് ടോപ്പ് നോച്ച് ആയിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ഒരുപാട് 750 കോടി എടുത്ത് മുടക്കി ഉള്ള പടങ്ങളും ഫ്ലോപ്പായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് 600 കോടി വർത്ത് എവറി പെനി എന്നാണ് പറയുക. കാരണം ഇത്ര അടിപൊളിയായിട്ട് 3 മണിക്കൂറിൻ്റെ പടം ലൈക്ക് ട്രൂലി എപ്പിക്. ഗ്രാഫിക്സിൻ്റെ ടോപ്പ് നോച്ച് ആണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മൂവീസിൽ നമുക്ക് ദിസ് ഇസ് ഇന്ത്യൻ മൂവി എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈക്ക് ഒരു ഹോളിവുഡ് സ്റ്റാഫ് കാണിക്കാൻ പറ്റിയ മൂവിയാണ്. സെക്കൻഡ് കമ്മിങ് ടു സ്റ്റോറി, ഇത് ആക്ച്വലി 6000 വർഷം ശേഷമുള്ള ഒരു കാണിക്കുന്നത്. സോ അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയതിനകത്തേക്ക് മഹാഭാരതം അത്രയും പഴയ ഇത് ബ്ലെൻഡ് ചെയ്ത രീതി, അത് കഥ അടിപൊളിയായിരുന്നു. ഒരുപാട് ക്ലീശ വരാൻ ചാൻസ് ഉള്ള സാധനമാണ്, പക്ഷെ അത് പ്രസൻറ്റ് ചെയ്ത രീതി അടിപൊളിയായിരുന്നു. പിന്നെ പെർഫോമൻസ് സ്റ്റാർട്ടിങ് വിത്ത് കമൽഹാസൻ 15 മിനിറ്റ് ഉള്ളൂ. എന്താ പറയുക, ഒരു ട്രൂലി എന്താ പറയുക എപ്പിക് വില്ലൻ, നല്ലൊരു ബാക്കി കാണാൻ കിടക്കുന്നുള്ളൂ. അത് അടിപൊളിയായിരുന്നു. പിന്നെ ബിഗ് ബിയുടെ 1 മാൻ ഷോ. എനിക്ക് തോന്നുന്നു തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാന് ശേഷം ലൈക്ക് ബിഗ് ബി ഇത്ര ആക്ഷൻ മൂവീസിൽ നന്നായി യൂസ് ചെയ്തേക്കണത്. നല്ലൊരു ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. ദിബിയ പദ്ക്കോണിൻ്റെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ഒരുപാട് 2-3 ക്യാമിയോസ് ഉണ്ട്. ദുൽഖർ സൽമാൻ, വിജയ് ദേവർകൊണ്ട സ്റ്റഫ്
വിത്ത് ലിമിറ്റഡ് ബഡ്ജറ്റ്. അവരുടെ മാവൽ മൂവിയുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ DC മൂവിയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ 600 കോടിയിൽ ഇവരെടുത്ത് വെച്ചേക്കുന്നത് ലൈക്ക് ട്രൂലി ഹാറ്റ്സ് ഓഫ് ആണ്. കാരണം ഈ ഒരു ടീം അത് പുൾ ഓഫ് ചെയ്ത് ഗ്രാഫിക്സ് മാത്രം ഉണ്ടായാൽ പോരാ, കഥ നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട്. ലൈക്ക് രണ്ട് എക്സ്ട്രീമാണ്. മഹാഭാരതം ലൈക്ക് 6000 years, അത് രണ്ടും ബ്ലെൻഡ് ചെയ്ത രീതി നൈസായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു മലയാളം ഡബ് ചില സമയത്ത് ഇത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹിന്ദിയിലത്തെ തമിഴിലെ കുറച്ചുകൂടി ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും. സോ മൊത്തത്തിൽ കിടു മൂവി ആൻഡ് വെരി ഹാപ്പി. ആ സെക്കൻഡ് ഹാഫ് ഒരു അവസാനത്തെ ഒരു അരമണിക്കൂർ മതി. ആ ഒരു കൽക്കി യൂണിവേഴ്സിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ടിൽ നോക്കാം. എന്തായാലും രസമുണ്ട്, ഒരു ബോറടിപ്പിച്ചിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒന്ന് നന്നാക്കായിരുന്നു എന്ന് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ലാസ്റ്റ് അരമണിക്കൂർ വേറെ ലെവലാണ്, നല്ല രസമുണ്ട്. എന്തായാലും സെക്കൻഡ് പാർട്ടിന് നല്ല വെയിറ്റിംഗ് ആണ്. പ്രഭാസ് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഹാഫിന് എനിക്ക് അത്ര അങ്ങോട്ട് ഒരു ക്വാളിറ്റി തോന്നിച്ചില്ല. പല സ്ഥലത്തും ഒരു ലാഗൊക്കെ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ വേറെ ലെവലാണ്. പ്രഭാസ് മാത്രമല്ല, അമിതാഭ് ബച്ചനും ശോഭന, ദീപിക, പിന്നെ ഓഫ് കോഴ്സ് ഉലകനായകൻ കമൽഹാസൻ. ലാസ്റ്റ് മൊമെന്റ് എല്ലാം അതായത് പ്രഭാസിനൊരു എഫക്റ്റ് ഉണ്ടായില്ല. എടുത്തു പറയാനായിട്ടുള്ളത് നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ റോളാണ്. അതായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തു. പിന്നെ ശോഭന ചേച്ചി അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. ദീപിക അടിപൊളി. ഓവറോൾ നോക്കുമ്പോൾ മേക്കിംഗ് ഹോളിവുഡ് ലെവൽ മേക്കിംഗ്